നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐ പി അഡ്രസ്സിങ്ങും ഐ പിയുടെ കോൺഫിഗറേഷനും പഠിച്ചിരുന്നു. സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ ഐ പി കോൺഫിഗർ ചെയ്യാവുന്നു, അതിൻ്റെ ടെസ്റ്റിങ്, പിങ് കമാൻഡ്, ഐ പി കോൺഫിഗ് കമാൻഡ്, അത്തരം കാര്യങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഇപ്പോൾ ഡയഗ്രത്തിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറുണ്ട്, ഒരു NVR DVR ഉണ്ടോ, അതുപോലെ തന്നെ ഐ പി ക്യാമറാസും കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ നെറ്റ്വർക്ക് ഡിവൈസുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഐ പി അഡ്രസ്സ് കൊടുക്കാവുന്ന ഡിവൈസുകളെയാണ്. നമുക്കറിയാം NVRന് ഐ പി അഡ്രസ്സ് കൊടുക്കാം, DVRന് കൊടുക്കാൻ സാധിക്കും, ഐ പി ക്യാമറയ്ക്ക് കൊടുക്കാൻ സാധിക്കും. ഒരിക്കലും HD ക്യാമറയ്ക്ക് ഐ പി അഡ്രസ്സ് ഇല്ല, അതുകൊണ്ട് അത് നെറ്റ്വർക്ക് ഡിവൈസ് അല്ല. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് ഈ നെറ്റ്വർക്ക് ഡിവൈസുകളായിട്ടുള്ള NVR അല്ലെങ്കിൽ DVR, ഐ പി ക്യാമറ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നാണ്. നമ്മൾ കഴിഞ്ഞ കോഴ്സിൽ നമ്മൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ പഠിച്ചിരുന്നു. അത് അങ്ങനെ അല്ലായിരുന്നു. NVRൽ നിന്ന് നേരിട്ട് നമ്മൾ ടി വിയിലേക്കോ അല്ലെങ്കിൽ ഒരു മോണിറ്ററിലേക്ക് കൊടുത്തിട്ട് NVRൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മൗസ് NVR കണക്ട് ചെയ്ത് NVR ഇരുന്നുകൊണ്ട് തന്നെയാണ് കോൺഫിഗറേഷൻ ചെയ്തത്. ഇതല്ല, നെറ്റ്വർക്ക് വഴി നമ്മൾ തന്നെ ഓഫീസിലെ ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് എങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്യാമെന്ന്. ഞാൻ ഈ ഐ പി അഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ റേഞ്ച് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. മോഡത്തിൻ്റെ ഐ പി അഡ്രസ്സ് 192.168.29.1 ആണ്. എൻ്റെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഐ പി അഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ദിവസം കോൺഫിഗർ ചെയ്ത ഐ പി അഡ്രസ്സ് ഇരിക്കുകയാണ് 192.168.29.6. അതേപോലെ NVRന് 124, ക്യാമറയ്ക്ക് 2, മറ്റൊരു ക്യാമറയ്ക്ക് 164 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഇപ്പോൾ ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. നെറ്റ്വർക്കിലുള്ള ഇക്വേഷൻ്റെ ഡിവൈസുകൾ കാണണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഇക്വേഷൻ ഓൾറെഡി തരുന്നുണ്ട്. അതിൻ്റെ പേര് SADP എന്നാണ്. SADP ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കുക. SADPയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസ്റ്റലേഷൻസ് നമുക്കൊരു ക്ലാസ്സിൽ വരുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ, അതിൻ്റെ പാസ്വേഡ് റിക്കവറി, അത് യൂസ് ചെയ്തിട്ടുള്ള പാസ്വേഡ് റിക്കവറിയൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ SADP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എവിടെ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. SADP സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിൽ ഏതൊക്കെ ഇക്വേഷൻ ഡിവൈസുകളുണ്ട്, അതിൻ്റെ ഐ പി അഡ്രസ് എന്താണെന്നൊക്കെ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഗൂഗിളിൽ വന്നിട്ട് SADP ടൂൾ എന്ന് കൊടുത്താൽ മതിയാവും. ഇക്വേഷൻ്റെ സൈറ്റിൽ SADP ടൂൾ കാണാം. അത് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ SADP ടൂൾ കാണാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുകയൊന്നും വേണ്ട. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണിക്കുന്ന 3 ഡിവൈസുകൾ ഇക്വേഷൻ്റേതായിട്ട് ഈ നെറ്റ്വർക്കിലുണ്ടെന്നാണ്. അതായത് അതിൻ്റെ ഐ പി അഡ്രസ്സുകളും കാണിക്കുന്നുണ്ട്. 124, 164, 22. ഈ 124ൻ്റെ ഡിവൈസിൻ്റെ ടൈപ്പും കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്നതൊരു NVR ആണ്. അടുത്ത 2 ഐ പി ക്യാമറകളാണ്. എൻ്റെ ഐ പി അഡ്രസ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ നമുക്കൊരു ക്ലാസ്സിൽ പിന്നീട് വരുന്നുണ്ട്. പിന്നെ നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്ത് കാണാൻ വേണ്ടി അപ്പോൾ ഐ പി അഡ്രസ്സ് SADP ടൂൾ വെച്ച് ഞാൻ ഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഐ പി അഡ്രസ്സാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ഈ NVRനെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ഈ ക്യാമറ എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് ക്രോം എടുക്കുക. ക്രോമിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് 192.168.29.6 എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടറിലാണ്. ഇവിടെ വന്നിട്ട് ക്രോമിൽ ഞാൻ 192.168.29.2 ഒരു ഐ പി ക്യാമറ അഡ്രസ്സ് ആയിരുന്നല്ലോ അത് കൊടുക്കാമെങ്കിൽ ഐ പി ക്യാമറയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള സ്ക്രീൻ വരുന്നുണ്ടാവും. നമ്മളിവിടെ കൊടുത്തിരുന്ന ഐ പി ക്യാമറ യൂസർ നെയിം അഡ്മിൻ എന്നാണ്. ഒരു പാസ്വേഡ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നു. ലോഗിൻ ചെയ്യാമെങ്കിൽ ക്യാമറയുടെ ലോഗിൻ പേജ് വരുന്നുണ്ടാവും. അതിൻ്റെ ലൈവ് ഓപ്ഷനിലെ ക്യാമറയാണ് കാണുന്നത്. കോൺഫിഗറേഷൻ എത്തണമെങ്കിൽ ക്യാമറയുടെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ കാണാം. നിങ്ങളൊരു പക്ഷേ ഇത്രയും കോൺഫിഗറേഷൻ നമ്മൾ ഐ പി ക്യാമറയുടെ കോൺഫിഗറേഷൻസ് നമ്മൾ NVR കണക്ട് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഐ പി ക്യാമറയ്ക്ക് നമുക്ക് ഡിവൈസ് നെയിം വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ മോഡൽ നമ്പർ കാണാം, സീരിയൽ നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ ഒരു ഫേംവെയർ വെർഷനുണ്ട്, അതിൻ്റെ സോഫ്റ്റ്വെയർ വെർഷൻ ഇവിടെ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ നെറ്റ്വർക്ക് ഓപ്ഷൻസ് എടുക്കാമെങ്കിൽ DHCP ഓൺ ഓഫ് ചെയ്യുക, ഓട്ടോമാറ്റിക് വേണോ വേണ്ടത് കൊടുക്കാൻ സാധിക്കും. അതിൽ ഐ പി അഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ നേരത്തെ NVRൽ ഇരുന്നുകൊണ്ടാണ് ഈ ക്യാമറകൾ കോൺഫിഗർ ചെയ്തത്. വേണമെങ്കിൽ നെറ്റ്വർക്ക് വഴിയും കോൺഫിഗർ ചെയ്യാം, കാരണം ഇത് നെറ്റ്വർക്ക് ഡിവൈസാണ്. ഐ പി ടെസ്റ്റ് ഓപ്ഷനുണ്ട് ഇവിടെ. ആ അഡ്രസ്സ് വേറെ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിത് വർക്കിംഗ് ആണ്. അതിൽ നമ്മൾ പ്ലാറ്റ്ഫോം ആക്സസ്, അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ കാണാം. ഓൾമോസ്റ്റ് എല്ലാ കോൺഫിഗറേഷൻ ഓപ്ഷൻസും കാണും. ഇപ്പോൾ വീഡിയോ ആൻഡ് ഓഡിയോ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോയിൽ നമ്മൾ വീഡിയോ ടൈപ്പ്, വീഡിയോ സ്ട്രീം മാത്രം വേണോ, ഓഡിയോ ആയിട്ട് കൊടുക്കണമോ, ക്യാമറ വിത്ത് മൈക്കാണ് ആണെങ്കിൽ ഇവിടെ വീഡിയോ സ്ട്രീമിൽ വീഡിയോ ആൻഡ് ഓഡിയോ ആയിരിക്കും. ഇങ്ങനെ നമുക്കത് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതിൽ ഇമേജ് ഓപ്ഷൻ എടുക്കാമെന്നുണ്ടെങ്കിൽ ഇമേജ് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ കുറേ സെറ്റിങ്സ് നമുക്ക് ഇവിടെ നിന്ന് സാധിക്കും. അതേപോലെ നമ്മൾ ഡേ നൈറ്റ് സ്വിച്ച്
ഉള്ള ക്യാമറകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കളർ നൈറ്റ് വിഷൻ ക്യാമറകളാണ്, അതിൻ്റെ കോൺഫിഗറേഷൻ സ്വിച്ചുകൾ ഇവിടെ ഉണ്ടാവും. വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുമായിട്ട് ബന്ധപ്പെട്ട സെറ്റിങ്സൊക്കെ നമുക്കിവിടെ ഇമേജ് വരും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു IP ക്യാമറയെ കോൺഫിഗർ ചെയ്യാം. സെയിം നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിൽ വെച്ച് IP അഡ്രസ്സ് കൊടുത്ത് യൂസർ നെയിം പാസ്വേഡും അറിയാമെങ്കിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. സെയിം അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ 198.168.29.124 ആണ് NVRൻ്റെ IP അഡ്രസ്സ്. ഇത് NVRൻ്റെ യൂസർ നെയിം പാസ്വേഡാണ് ചോദിക്കുന്നത്. 4 ക്യാമറകളുണ്ട്, ഇവിടെ വരുന്നുണ്ടാവും. അവിടെ അതിൻ്റെ കോൺഫിഗറേഷൻ വേണ്ടിയുടെ കാണും. നമ്മൾ IP ക്യാമറ കണ്ടതുപോലെ NVRന് നമ്മൾ എന്തൊക്കെ കോൺഫിഗറേഷൻസ് കണ്ടോ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. യൂസർ ക്രിയേഷൻ, അല്ലെങ്കിൽ മെയിൻ്റനൻസ് സെറ്റിങ്സ്, പല ഓപ്ഷൻസ് കാണാം. നമുക്കിപ്പോൾ ഞാനിരിക്കുന്നത് 2096 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലാണ്. ഇവിടെ വന്നിട്ട് ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൽ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പിങ് കൊടുക്കുന്നു. പിങ് 192.168.29.124 സക്സസ് പിങ് ആണല്ലേ വരുന്നത്. ഞങ്ങൾക്ക് 190.164 ഇതും സക്സസ് ആണല്ലോ വരുന്നത്. അല്ലെങ്കിൽ 1.2. അതായത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന 3 ഡിവൈസുകളും ഈ കമ്പ്യൂട്ടറുമായിട്ട് ഒരേ നെറ്റ്വർക്കിലായതുകൊണ്ടാണ് പിങ് എല്ലാം സക്സസ്ഫുൾ പിങ് വന്നിരിക്കുന്നത്. 29.2, 20.164, 29.124. നമുക്ക് ഈ സെയിം നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന, സെയിം വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഒരു IP ക്യാമറയുടെയോ DVR, NVRൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ ഫേംവെയർ പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ചില ഫീച്ചേഴ്സ് കിട്ടാതൊക്കെ വരുമ്പോൾ നമ്മൾ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ എങ്ങനെ നമുക്ക് ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബ്രൗസർ വഴി തന്നെ നമ്മുടെ ക്യാമറയുടെ ഫേംവെയർ അല്ലെങ്കിൽ NVRൻ്റെ ഫേംവെയർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ അതാത് കമ്പനികളുടെ സൈറ്റിൽ പോയിട്ട് ആ ക്യാമറയുടെ മോഡൽ നമ്പർ കൊടുത്ത് അതിനാവശ്യമുള്ള ഫേംവെയർ ഫയൽ ഡൗൺലോഡ് ചെയ്യും. അത് നമുക്ക് ക്യാമറയിലെ ഈ വെബ് ആക്സസ് വഴി നമുക്കതിനെ അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് എങ്ങനെയാണെന്ന്. നമ്മൾ ജസ്റ്റ് ഞാൻ ബ്രൗസർ വഴി നമ്മുടെ ക്യാമറയെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. തൊട്ട് മുമ്പ് ചെയ്ത കണക്ക് തന്നെ ഞാനിവിടെ 192.168.29.2 എന്ന് പറഞ്ഞ ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ക്യാമറയുടെ സിസ്റ്റം എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സ് കാണുന്നുണ്ട്. IP ക്യാമറ നെയിം കൂട്ടത്തിൽ മോഡൽ നമ്പർ വരുന്നുണ്ട്. മോഡൽ നമ്പറും സീരിയൽ നമ്പറും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ നമ്പർ ബേസ്ഡ് ആയിരിക്കും നമുക്ക് ക്യാമറയുടെ ഫേംവെയർ ഡൗൺലോഡ് ചെയ്യേണ്ടത്, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആ ഫേംവെയറിൻ്റെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയുള്ള ഫേംവെയറിൻ്റെ വെർഷനുണ്ട്. ഇത് രണ്ടും ഞാനിന്ന് കോപ്പി ചെയ്ത് തൽക്കാലം ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഹിക്വിഷൻ്റെ സൈറ്റിൽ പോയിട്ട് ഈ ഫേംവെയറിനെ ഡൗൺലോഡ് ചെയ്തു. ജസ്റ്റ് സെർച്ച് ചെയ്യാൽ മതി. ഹിക്വിഷൻ ഫേംവെയർ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഫേംവെയർ ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഇവിടെ വന്നിട്ട് നമുക്ക് എക്സാക്റ്റ് നമ്മുടെ ക്യാമറയുടെ മോഡൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കണ്ടാണ് മോഡൽ നമ്പർ. സെർച്ച് ചെയ്യുക. ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാമറയുടെ മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ള ഫേംവെയറും അതിൻ്റെ റിലീസ് ടൈമും ഒക്കെ കാണിക്കുന്നുണ്ടാവും. നമ്മളുടെ അതിൻ്റെ മോഡലിൽ നോക്കുക വെർഷൻ 5.7.21 ആണ്. ഇവിടെ 5.7.23 ഇവിടെയുണ്ട്. 5.5.84 ഉണ്ട്. അത് കുറച്ച് പഴയതായിരിക്കാം. പറയുന്നുണ്ട് ഏത് ക്യാമറയ്ക്കാണ് സ്യൂട്ടബിൾ. എൻ്റെ ഇരിക്കുന്ന 2.8mm ക്യാമറയാണ്, അതിന് സ്യൂട്ടബിളാണ്. എക്സാക്റ്റ് ഏത് ക്യാമറയ്ക്കാണ് സ്യൂട്ടബിൾ നോക്കിയതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം എനിക്കിപ്പോൾ സ്യൂട്ടബിളായിട്ടുള്ള ഞാൻ നോക്കുമ്പോൾ ഈ കാണുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ 5.7.23. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മുടെ ഡൗൺലോഡ്സിൽ ആ ഫയൽ വന്നിട്ടുണ്ടാവും. ഇവിടെ ഒരു സിപ്പ് ഫയലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഫോൾഡറിൽ ആ പർട്ടിക്കുലർ ഫയൽ ഇവിടെ കാണിക്കും. digicap.dav ഫയലാണ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള കോൺഫിഗറേഷൻ ഫയൽ. ഇത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നേരത്തെ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ ക്യാമറയുടെ കോൺഫിഗറേഷൻ ഞാനിവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മെയിൻ്റനൻസ് എടുക്കുക. മെയിൻ്റനൻസിൽ ഇവിടെ ക്യാമറ അപ്ഗ്രേഡ് ഓപ്ഷൻ ഉണ്ട്. ഇത് ഫേംവെയർ സെലക്ടറാണ്. ബ്രൗസ് ചെയ്തിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫേംവെയർ ഫയൽ digicap.dav ഈ ഫയലിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ഗ്രേഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് അത് റീസ്റ്റാർട്ട് ആകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഫേംവെയർ അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാക്റ്റ് മോഡൽ നമ്പർ ചേഞ്ച് ചെയ്ത് പോകരുത്. മോഡൽ നമ്പർ ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ ക്യാമറ പിന്നീട് വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നുണ്ടാവും. അതുകൊണ്ട് എക്സാക്റ്റ് മോഡൽ ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫേംവെയർ ഡൗൺലോഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാവുള്ളൂ. ഇത് സെയിം ഇതുപോലെ തന്നെയാണ് എല്ലാ കമ്പനികളുടെയും. അതായത് കമ്പനികളുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അവരുടെ തന്നെ വെബ് ലോഗിൻ എടുക്കാമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് അപ്ഗ്രേഡ് ഓപ്ഷൻ കിട്ടുന്നുണ്ടാവും. ഡൗൺലോഡ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം മതിയാവും. ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് പോയത്. ഇത് നമ്മൾ വെബ് ആക്സസ് ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. കൂട്ടത്തിൽ ആക്സസ് വഴി തന്നെ എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യം കൊണ്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കാര്യങ്ങൾ ആവശ്യമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ടോപ്പിക്കുകളാണ് ഇത് പറയുന്നതൊക്കെ. എപ്പോഴാണ് ആവശ്യമുള്ള സമയത്ത് നോക്കുക. ഡൗട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോകും.